ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വസീറക്സ് ആപ്ലിക്കേഷൻ അതേപോലെ ബൈനാൻസ് ആപ്ലിക്കേഷൻ എന്നിവ ഡൗൺലോഡ് ചെയ്ത് വെരിഫൈ ചെയ്ത് എങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, അതേപോലെ എങ്ങനെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചാണ്. ആദ്യമായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക. എന്നിട്ട് ഇവിടെ സെർച്ച് ബട്ടണിൽ ടൈപ്പ് ചെയ്യുക വസീറക്സ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ വസീറക്സിൻ്റെ ഈ ആപ്ലിക്കേഷൻ വരുന്നതാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. സെയിം അതേപോലെ ബൈനാൻസ് ആപ്ലിക്കേഷനും, ഇതാണ് ബൈനാൻസിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ആദ്യം നമുക്ക് ബൈനാൻസിൻ്റെ ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ബൈനാൻസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ മുകളിൽ ലോഗിൻ ആൻഡ് രജിസ്റ്റർ എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ വരും റൈറ്റ് സൈഡിൽ ടോപ്പിൽ, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് മെയിൽ ഐ ഡിയാണ് നിങ്ങൾ കൊടുക്കാൻ താല്പര്യപ്പെട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ മെയിൽ ഐ ഡി നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ ഒരു പാസ്വേഡും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ മഞ്ഞ ബട്ടണിൽ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പസിൽ പോലെ ഒരു സംഭവം വരുന്നതാണ്. വെരിഫൈഡ് അക്കൗണ്ട് സെക്യൂരിറ്റി വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ആ ബട്ടൺ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ട് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കോഡ്, ഇമെയിൽ വെരിഫിക്കേഷൻ കോഡ് അവരും നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ മെയിലിൽ വന്ന ഈ കോഡ് ആപ്ലിക്കേഷനിൽ ടൈപ്പ് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് 3 ഓപ്ഷൻ വരും. അതിനകത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ ഇനി നിങ്ങൾക്ക് വെരിഫൈ എന്നൊരു ഓപ്ഷൻ റൈറ്റ് സൈഡിൽ കാണും. ഇവിടെ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. അതിന് നിങ്ങൾ ആവശ്യമായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽ. വെരിഫൈ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ വിഡ്രോയിലിൻ്റെയും അതേപോലെ ഡിപ്പോസിറ്റിൻ്റെയും ലിമിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇവിടെ അഡ്രസ് വെരിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. വെരിഫൈ ചെയ്തിടുന്നതാണ് നല്ലത്. പിന്നീട് നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യാനോ വിഡ്രോ ചെയ്യാനോ ഒരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കും. വെരിഫൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻ, അതായത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, റെസിഡൻഷ്യൽ അഡ്രസ്സ്, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അപ്ലോഡ് എ ഫോട്ടോ ഓഫ് യുവർ ഐ ഡി, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു സെൽഫി, ടേക്ക് യുവർ പിക്ചർ യുവർ സെൽഫ് ആൻഡ് വെരിഫൈ, ഇങ്ങനെ എടുത്ത് വെരിഫൈ ചെയ്യേണ്ടതാണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് ചോദിക്കും. അതേപോലെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്ത് പാൻ കാർഡും അപ്ലോഡ് ചെയ്ത് വളരെ ഈസിയായി 1 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്ത് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അക്കൗണ്ട് നമ്മുടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു, വെരിഫൈ ആയി കഴിഞ്ഞാൽ ബൈനാൻസിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വസീറക്സ് എന്ന ആപ്ലിക്കേഷനിൽ പോവുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടൊരു ബട്ടൺ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു മെയിൽ ഐ ഡി കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡും ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഐ എഗ്രി എന്നുള്ള ഓപ്ഷനിൽ കൊടുത്ത് സൈൻ അപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മെയിലിൽ ഒരു വെരിഫിക്കേഷൻ വരുന്നതാണ്. നിങ്ങൾ അവിടെ പോയി മെയിൽ കൺഫേം ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ വെരിഫൈ ഇമെയിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ സക്സസ്ഫുള്ളി വെരിഫൈഡ് ആയിട്ടുണ്ട്. തിരിച്ച് വസീറക്സ് അക്കൗണ്ടിൽ പോവുക. ഇവിടെ ഒരു അഥൻറ്റിക്കേറ്റർ ആപ്പ് ഉപയോഗിച്ച് സെക്യൂരിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതാണ് റെക്കമെൻഡഡ് ആയിട്ടുള്ളതും. മൊബൈൽ SMS വഴിയും നിങ്ങൾക്ക് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതെ വിടുക. അത് നോട്ട് സെക്യൂർ ആണ്, അത് വളരെ റിസ്ക്കിയാണ്. അതുകൊണ്ട് അഥൻറ്റിക്കേറ്റർ ആപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്കൊരു സ്കാൻ QR കോഡ് എന്നൊരു ഓപ്ഷനും അതേപോലെ ഇവിടെ ഒരു നമ്പരും കിട്ടുന്നതാണ്. ഇതാരുമായി ഒരിക്കലും ഷെയർ ചെയ്യരുത്. ഇത് നിങ്ങളുടെ സെക്യൂരിറ്റി കോഡാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനോ പല ആവശ്യങ്ങൾക്കും ഇത് ആവശ്യം വരും. അതുകൊണ്ട് ഇത് തീർച്ചയായും ഈ സെക്യൂരിറ്റി കോഡും QR കോഡും ആർക്കും കൊടുക്കരുത്. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് സേഫ് ആയിട്ടുള്ള എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡൗൺലോഡ് ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ആപ്പ് വഴിയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ എന്ന് പറയുന്ന ആപ്പുണ്ട്. അത് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടും. അവിടെ പോയി ഒതൻറ്റിക്കേറ്റർ എന്ന് ടൈപ്പ് ചെയ്താൽ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ആപ്പ് വരുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ഒരു പ്ലസ് സിമ്പിൾ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നേരത്തെ തന്ന സ്കാൻ QR കോഡ്, ആ QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പ് കീ, ഇതിപ്പോൾ ഇവിടെ വസീറക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ കീ നിങ്ങൾ കോപ്പി ചെയ്ത് നിങ്ങളുടെ കീ ഇവിടെ പേസ്റ്റ് ചെയ്യുക.
ഈ കീ ഇതാണ് ആ കീ. ഇത് കോപ്പി ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കീ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്ചേഞ്ച് ആഡ് ആവുന്നതാണ്. ഇങ്ങനെ കാണിക്കും വസീറക്സ്. ഇത് ഓരോ 30 സെക്കൻഡിലോ അത് 1 മിനിറ്റിലോ ഇത് റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കും ഈ നിങ്ങളുടെ OTP. ഇതാണ് നിങ്ങൾക്ക് വസീറക്സിൽ ഇടേണ്ടത്. കൺട്രി സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടും ഇവിടെ വിത്തൗട്ട് KYC യാ വിത്ത് KYC. വിത്തൗട്ട് KYCയിൽ ഡിപ്പോസിറ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുകയില്ല. അതേപോലെ P2P പേയ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റില്ല. വിത്ത് KYC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം, ട്രേഡ് ചെയ്യാം, വിഡ്രോവൽ ചെയ്യാം, P2P ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് KYC എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, അതേപോലെ ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്റ്റേറ്റ്, സെലക്ട്, സിറ്റി എന്നിവയെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും. സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരൊരു OTP സെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ OTP ഇവിടെ പേസ്റ്റ് ചെയ്ത് അതെൻറ്റിക്കേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിലും അവരൊരു OTP സെൻഡ് ചെയ്യുന്നതാണ്. ഈ ഇമെയിലിൽ വന്ന OTPയും അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സെൽഫി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതേപോലെ നിങ്ങളുടെ പാൻ കാർഡ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുകൂടാതെ തന്നെ ആധാർ കാർഡോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ ഇതിൽ 3 ഒരെണ്ണം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പാൻ കാർഡ് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുകൂടാതെ ആധാർ കാർഡോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ ഇതിലേതെങ്കിലും ഒന്നുകൂടി നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് വെച്ചാൽ പ്ലീസ് അപ്ലോഡ് എ സെൽഫി ഓഫ് യുവർ ഹോൾഡിംഗ് യുവർ ആധാർ ഓർ DL ഓർ പാസ്പോർട്ട്. ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ നിങ്ങൾ പിടിച്ചുകൊണ്ടുള്ള ഒരു സെൽഫി എടുത്തതിന് ശേഷം അപ്ലോഡ് സെൽഫി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഇവിടെ പാൻ കാർഡ് ചോദിക്കും. അത് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഇവിടെ ഒരു ഡോക്യുമെൻറ്റ് ചോദിക്കും. ആധാറോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇവിടെ 3 ഓപ്ഷനുണ്ട്: ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാർ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും. നിങ്ങളുടെ ആധാർ ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഫ്രണ്ട് പേജും ബാക്ക് പേജും അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതിനുശേഷം അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ യുവർ ഡോക്യുമെൻറ്റ്സ് ഹാവ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി, പ്ലീസ് വെയിറ്റ് ഫോർ യുവർ സ്റ്റാറ്റസ് ടു ബി അപ്ഡേറ്റഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് വെരിഫൈ ആയതിനു ശേഷം നിങ്ങൾ മാർക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് INR വഴി മേടിക്കാൻ പറ്റുന്ന കോയിനുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. അതേപോലെ ഇവിടെ USDT വഴി മേടിക്കാവുന്ന കോയിനുകളും ഇവിടെ വസീറക്സ് വഴി മേടിക്കുന്നതും പിന്നെ BTC വഴി മേടിക്കാവുന്ന കോയിനുകളുടെയും ലിസ്റ്റ് ഇവിടെ ഉണ്ട്. ഇത് ADA കാർഡാനോ എന്ന് പറഞ്ഞ കോയിനാണ്. അതിൻ്റെ വില ഇപ്പോൾ 84 rupees 30 പൈസയാണ്. ഇതിപ്പോൾ ഗ്രീനിൽ അപ്പ് സിമ്പിളിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ 8.77% ഇപ്പോൾ അപ്പിലാണ്. അതേപോലെ ഈ ആറ്റം എന്ന് പറഞ്ഞ കോയിൻ ഇപ്പോൾ 1689 rupees ഇത് 3.89% ഡൗണിൽ പോവുകയാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വെച്ച് നോക്കുകയാണെങ്കിൽ. അതാണ് ഈ കാണിക്കുന്നത്. ആദ്യം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫണ്ട്സിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് INR ആഡ് ചെയ്യേണ്ടി വരും. INR ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇവിടെ ഡിപ്പോസിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷനുണ്ട്: ഇൻസ്റ്റൻറ്റ് ഡിപ്പോസിറ്റ് വിത്ത് UPI, സ്റ്റാൻഡേർഡ് ഡിപ്പോസിറ്റ്. ഇൻസ്റ്റൻറ്റ് ഡിപ്പോസിറ്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി 2 ഇപ്പോൾ അവൈലബിൾ അല്ല എന്നാണ് കാണിക്കുന്നത്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാങ്ക് വഴി ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും എല്ലാം അടിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യുമ്പോൾ അവർ 1 രൂപയോ മറ്റോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ആയിട്ട് വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ഡിപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതായത് ട്രാൻസ്ഫർ മണി ടു ദിസ് ബാങ്ക് അക്കൗണ്ട് യൂസിങ് IMPS, NEFT, RTGS. അതായത് നിങ്ങൾക്ക് അവർ ഒരു അക്കൗണ്ട് നമ്പർ തരും. അവരുടെ അക്കൗണ്ടിലോട്ട് IMPS, NEFT, RTGS വഴി ബാങ്കിലേക്ക് പൈസ ഇടാനായിട്ട്.
അതിൽ ബെനിഫിഷ്യറി നെയിം നിങ്ങളുടെ നെയിം ആയിരിക്കും. ബാക്കി ഏതാണ് ബാങ്ക് നെയിം, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അതേപോലെ അക്കൗണ്ട് ടൈപ്പ്, ഇത് എല്ലാം അവരുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ ബാങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയോ അതെല്ലാം മറ്റ് ആപ്ലിക്കേഷൻസ് വഴിയോ പോയി ഇതെല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം എത്ര രൂപയാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ മണി ടു ദിസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ഇതിനകത്ത് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് IMPS, RTGS, NEFT ഓട്ടോമാറ്റിക് ഫീസ് 5 രൂപയാണ് ഇതിൻ്റെ ചാർജ് പെർ ട്രാൻസാക്ഷന്. അതേപോലെ മിനിമം ഡിപ്പോസിറ്റ് 100 രൂപയാണ്. ICC ബാങ്ക് എന്ന് സെലക്ട് ചെയ്തത് ICC ബാങ്കുകാരാണെന്നുണ്ടെങ്കിൽ ICC ബാങ്ക് എന്ന് സെലക്ട് ചെയ്യാതെ അതർ ബാങ്ക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ. അപ്പോൾ തന്നെ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പൈസ ഇവിടെ ഡിപ്പോസിറ്റ് ആവുകയാണ്. അതേപോലെ വിഡ്രോ ചെയ്യാനുള്ള ഇവിടെ ഓപ്ഷനുമുണ്ട്. നിങ്ങൾ ഏത് ബാങ്കിലാണോ രജിസ്റ്റർ ചെയ്തേക്കുന്നത് ആ ബാങ്കിലേക്ക് നിങ്ങൾ ഇവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് വിഡ്രോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വിഡ്രോ 10 രൂപയാണ് ഇതിൻ്റെ ഫീസ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ വെരിഫൈ ചെയ്ത ബാങ്ക് അക്കൗണ്ടിലാണ് ഈ പൈസ വരുന്നത്. ഇനി എങ്ങനെ ട്രേഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിൽ പോവുക, ഇവിടെ ADA നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇതിൻ്റെ ചാർട്ട് കാണിക്കുന്നുണ്ട്. ചാർട്ടിനെ കുറിച്ചൊന്നും ഞാൻ അധികം ഇപ്പോൾ പറയുന്നില്ല, അത് പിന്നെ ഒരുപാട് സമയം നീണ്ടുപോകുമെന്നുള്ളതിനാൽ ഇവിടെ ഓർഡേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഗ്രീൻ കളറിൽ വരുന്നത് ആളുകൾ മേടിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. മുകളിൽ എഴുതിയിട്ടുണ്ട് വോളിയം, ബൈ പ്രൈസ്. ഇതാണിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബൈ ചെയ്യാൻ നിൽക്കുന്ന പ്രൈസ്. 31 ക്വാണ്ടിറ്റി മേടിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുകയാണ് ഒരാൾ. 84 രൂപ 46 പൈസ ആണ് ഇയാളുടെ വില. ഈ രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ മേടിക്കാം എന്ന് വിചാരിച്ചാണ് ഇയാൾ നിൽക്കുന്നത്. അതേപോലെ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സെല്ല് ചെയ്യാൻ. 84 രൂപ 64 പൈസയ്ക്ക് സെല്ല് ചെയ്യാൻ തയ്യാറായിട്ട് 542, വോളിയം 542. ഇത് സെല്ല് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ്. ഇയാൾ 84 രൂപ 64 പൈസ കിട്ടുമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ്. താഴോട്ട് നിങ്ങൾ നോക്കും തോറും വില കൂടിയാണ് വരുന്നത്. 84.65, 84.80, 84.85. ഏറ്റവും മുകളിൽ കാണുന്നതായിരിക്കും ഏറ്റവും കുറഞ്ഞത്. അതേപോലെ സെല്ല് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഏറ്റവും കുറഞ്ഞ വില. അതേപോലെ ബൈ ചെയ്യാനും ആൾക്കാരുണ്ട്. ഇവിടെ 84.46. ഇയാളാണ് ഏറ്റവും കൂടുതൽ വില കൊടുത്ത് മേടിക്കാൻ തയ്യാറായിട്ടുള്ളത്. അതിന് താഴോട്ടുള്ളതെല്ലാം വില കുറഞ്ഞ വിലയാണ്. വില കുറഞ്ഞു പോകും. അപ്പോൾ ഇവർ കുറച്ച് വില കൊടുത്ത് മേടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബൈ ആൻഡ് സെല്ല് നടുക്കത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെല്ല് ബട്ടൺ, ഇയാൾ 84 രൂപയ്ക്ക് വിൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഈ സെല്ലെന്നുള്ള ഏറ്റവും മുകളിലെ 84.65 അല്ലെങ്കിൽ ഇപ്പോൾ 84.60 ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കും ഓരോ സെക്കൻഡ് കൂടുമ്പോഴും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. നിങ്ങൾ ഇവിടെ സെല്ല് എന്നുള്ള 84 രൂപയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കറണ്ട് പ്രൈസാണ് 84 രൂപ 60 പൈസ. നമ്മളതല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന വിൽക്കാനാണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഗ്രീൻ സൈഡിലുള്ള പാർട്ടിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ബൈ സെൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാവുന്നതുമാണ്. അതുകൂടാതെ തന്നെ നടുക്ക് ബൈ സെൽ എന്നൊരു ബ്ലൂ ബട്ടൺ കാണുന്നില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 84 രൂപ 60 പൈസയ്ക്ക് നമുക്ക് മേടിക്കാം. ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ 84 രൂപ 60 പൈസ. അത് നമുക്ക് ഇവിടെ പ്ലസ് ആൻഡ് മൈനസ് സിമ്പിളുണ്ട്. നമുക്ക് വില കുറച്ച് വേണമെങ്കിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ വില കുറച്ച് മേടിക്കാം. അതല്ല അയാൾ പറയുന്ന പൈസയ്ക്കാണ് മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് മേടിച്ചാൽ മതി. അതല്ല നമുക്ക് കുറച്ച് മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വില കുറച്ച് 83 രൂപയ്ക്കാണെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് 83 രൂപ ആകുമ്പോഴേ ഞാൻ മേടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതും നിങ്ങളിവിടെ അടിക്കണം. ഇപ്പോൾ 200 ക്വാണ്ടിറ്റി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ INRൽ 16,600 രൂപയാകും. ഇത്രയും രൂപ എൻ്റെ അക്കൗണ്ടിൽ കാണണം ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ -59 രൂപയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ താഴെ നിങ്ങളുടെ ഒരു വാലറ്റ് പോലെ കാണിക്കുന്നില്ലേ, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാലൻസ് എത്രയുണ്ടെന്ന് കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് 200 ക്വാണ്ടിറ്റിയാണ് വേണമെന്നുണ്ടെങ്കിൽ 200 ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത്, അല്ല 100 ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 100 ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് കാണണം. എന്നിട്ട് നിങ്ങൾ ബൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബൈ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതാണ്. ഇങ്ങനെ കാണിക്കും. ബൈ കാർഡാനോ 83 നിങ്ങൾ വില ഉദ്ദേശിക്കുന്നത്. 100 കാർഡാനോ മേടിക്കണം. മൊത്തത്തിൽ 8,400 രൂപയാകും. മാർക്കറ്റിൻ്റെ ഫീസുണ്ട് 0.2%. ടേക്കർ ഫീസുണ്ട് 0.2%. സെലക്ട് സ്ലൈഡ് ടു കൺഫേം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ആവുന്നതാണ്.
എൻ്റെ കയ്യിലിപ്പോൾ പൈസ ഇല്ലാത്തതാണ് നോട്ട് ഇനഫ് മണി എന്നുള്ളത് കാണിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള അട സെല്ല് കാർഡാനോ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എത്ര ബാലൻസ് കാർഡാനോ ഉണ്ടോ അത് നിങ്ങൾക്ക് ഇവിടെ ഏത് പ്രൈസിനാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ കറണ്ടിൽ ഈ ആൾ 84 രൂപ 80 സെല്ല് ചെയ്യാൻ നിൽക്കുകയാണ്. അതേപോലെ മേടിക്കാൻ തയ്യാറായിട്ട് 84 രൂപ 60 പൈസയ്ക്ക് മേടിക്കാൻ ആളുണ്ട്. അപ്പോൾ നിങ്ങൾ 84 60 പൈസയ്ക്ക് വിൽക്കാൻ നോക്കുക. ഇവിടെ 10 കോയിൻ മേടിക്കാനാണ് ആൾ മുകളിൽ നോക്കുക ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ നിങ്ങളിവിടെ 10.4 കോയിൻ അതിവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൊത്തം സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 100% കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര കാർഡാനോ ഉണ്ടോ അതെല്ലാം ഇവിടെ വരുന്നതാണ്. അതിനുശേഷം അതിൻ്റെ ടോട്ടൽ INR നിങ്ങൾക്ക് എത്ര കിട്ടുമെന്നുള്ളത് ഇവിടെ കാണിക്കും. നിങ്ങൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല, നിങ്ങളൊരു 90 റുപ്പീസിനാണ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ഇവിടെ 90 ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് എത്ര കാർഡാനോ ഉണ്ടോ, 100 കാർഡാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതല്ല 1000 കാർഡാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളത് INRൽ എത്ര രൂപ കിട്ടും എന്നുള്ളത് ഇവിടെ കാണിക്കും. സെൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫീസും കാര്യങ്ങളും എല്ലാം കാണിക്കും. സൈഡ് ടു സെല്ല് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സൈഡ് ടു കൺഫേം എന്ന് പറഞ്ഞ് സെല്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്തതും ഈ സെല്ല് എന്നുള്ള ഇവിടെ വരുന്നതാണ്. ഈ സൈഡിൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണോ ഇട്ടത് ആ രൂപ ഇവിടെ കാണിക്കും. നിങ്ങളിപ്പോൾ 90 രൂപയ്ക്ക് ഇട്ടെങ്കിൽ ഏറ്റവും താഴെ പോകും നിങ്ങൾ 90 രൂപ, അതേപോലെ എത്ര ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ബൈ ഓർഡറാണ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 83 രൂപയ്ക്കാണ് മേടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇവിടെ വരുന്നതാണ് ബൈ ഓർഡർ. അപ്പോൾ ഈ 84 രൂപയ്ക്കും 84 ഇതെല്ലാം ഇവരുടെ എല്ലാം വിറ്റ് കഴിഞ്ഞിട്ട് 83 രൂപയ്ക്കുള്ള നിങ്ങളുടെ സെൽ ഓർഡർ ക്ലിക്കാവുകയുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 83 രൂപയ്ക്കാണ് നിങ്ങൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ 83 രൂപ കൊടുത്ത് ഇവിടെ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് ടൈപ്പ് ചെയ്ത് ബൈ ചെയ്യുകയാണെങ്കിൽ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ 83 രൂപയും നിങ്ങളുടെ ക്വാണ്ടിറ്റിയും ഇപ്പോൾ ഇവിടെ ടോപ്പിൽ നിൽക്കുന്നവരുടെയാണ് കാണിക്കുന്നത്. ഇവിടെ 83 രൂപയും നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണ് മേടിക്കാൻ കാണിക്കുന്നതും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരും. അപ്പോൾ ഈ മുകളിലുള്ള ഇതെല്ലാം എല്ലാവരും മേടിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ഓർഡറെല്ലാം ഫില്ലായി കഴിഞ്ഞിട്ട്, കാരണം അവർ വലിയ എമൗണ്ടാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. 84 30 പൈസ, അടുത്ത ആൾ 84 29 പൈസ, 3000 അങ്ങനെ വലിയ എമൗണ്ട് കോട്ട് ചെയ്തവരുടെ ആദ്യം സെല്ലായി പോയിട്ട് ഈ മാർക്കറ്റ് കുറഞ്ഞ് അടയുടെ പ്രൈസ് കുറഞ്ഞ് വരുവാണെങ്കിൽ നിങ്ങൾ 83 രൂപയ്ക്ക് നിങ്ങൾ ചെയ്തതും നിങ്ങൾക്ക് ഇവിടെ ബൈ ആയി കിട്ടുന്നതാണ്. അതേപോലെ സെല്ല് ചെയ്യുന്നതും സെയിം ഓപ്ഷനാണ്. നിങ്ങൾ എത്ര കുറഞ്ഞ രൂപയ്ക്ക് ഇവിടെ ഇടുന്നോ അത്ര ഇപ്പോൾ 30 പൈസയ്ക്കാണ് ഒരാൾ ഇട്ടിരിക്കുന്നത് 50 ക്വാണ്ടിറ്റി. അതേപോലെ നിങ്ങൾ എത്ര കുറഞ്ഞ രൂപയ്ക്ക് ഇവിടെ സെല്ല് ചെയ്യാൻ, ഇവിടെ സെല്ല് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സെല്ല് ചെയ്യാൻ എത്ര കുറഞ്ഞ രൂപയ്ക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് ഇടുന്നോ അത് നിങ്ങളുടെ ഈ സൈഡിൽ വരുന്നതാണ്. ഏറ്റവും കുറഞ്ഞ വിലയാണ് നിങ്ങൾ ഇടുന്നതുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ വരും, അപ്പോൾ തന്നെ സെല്ലായി പോവും. അതല്ല ഈ ബൈ ചെയ്യാൻ താല്പര്യമുള്ള ആൾ 84 രൂപ 30 പൈസയ്ക്ക് മേടിക്കാൻ താല്പര്യമുള്ള അതേ വിലയ്ക്ക് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ അയാൾക്ക് ആ കോയിൻ കിട്ടുന്നതാണ്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ആവുന്നതാണ്. ഇങ്ങനെയാണ് വസീറക്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത ട്രേഡ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കറണ്ടായിട്ട് ഈ ഓരോ സമയത്തും നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാകും 15 32 22 84 50 ക്വാണ്ടിറ്റിയുടെ സെല്ല് നടന്നു. ഈ റെഡ് കളറിൽ കാണിക്കുന്നതെല്ലാം താഴോട്ട് കാണിക്കുന്നതെല്ലാം സെല്ല് നടന്നതും, അതേപോലെ ഈ ഗ്രീൻ ബട്ടണിൽ കാണിക്കുന്നതെല്ലാം ബൈ ചെയ്യുന്നതുമാണ്. ഇവരിപ്പോൾ 105 രൂപയ്ക്ക് ഒരാൾ 105 കോയിൻ ഒരാൾ 84 രൂപ 40 പൈസയ്ക്ക് മേടിച്ചു, ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ മൈ ഓർഡേഴ്സ് എന്നുള്ളതിൽ നിങ്ങൾ എന്തൊക്കെ കോയിൻ മേടിച്ചു, ഇപ്പോൾ കറണ്ട് ഓപ്പൺ ആയിട്ട് ഏതെങ്കിലും ഓർഡർ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ബൈ സെല്ല് ചെയ്തു, നിങ്ങൾക്ക് ഇതുവരെ അത് സെല്ലായോ ബൈ ആയോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ഓർഡേഴ്സിൽ അത് വരുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ കംപ്ലീറ്റ് ആയെന്നുണ്ടെങ്കിൽ ഇവിടെ ഹിസ്റ്ററിയിൽ നിങ്ങളുടെ കാണിക്കുന്നതാണ് എന്തൊക്കെ നിങ്ങളുടെ ഓർഡർ കംപ്ലീറ്റ് ആയതും അതേപോലെ നിങ്ങൾ ക്യാൻസൽ ചെയ്തതും മിക്കതും ഈ ഹിസ്റ്ററിയിൽ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ചാർട്ട് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കി ചാർട്ട് അനലൈസ് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങളുടെ സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ പാസ്കോഡും 2 ഫാക്ടർ ഒതൻറ്റിക്കേഷനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററും ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് വസീറക്സ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യേണ്ടത്.
അതേപോലെ ഇവിടെ P2P എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കൺവേർട്ട് INR ടു USD യൂസ് വസീറക്സ് P2P വെൻ യു വാണ്ട് ടു USDT ടു ട്രേഡ് ക്രിപ്റ്റോസ്. ഇവിടെ USDT വഴി നിങ്ങൾക്ക് കോയിൻസ് മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ P2P വഴി നിങ്ങൾക്ക് കോയിൻസ് USDT മേടിക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് INR വഴി USDT മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ USDT എന്ന് ടൈപ്പ് ചെയ്യുക. USDT എന്ന് പറഞ്ഞ കോയിൻ വന്നു. അതിൻ്റെയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് 500 USDT വേണമെന്നുണ്ടെങ്കിൽ 37,590 റുപ്പീസ് ആവും. നിങ്ങൾ ബൈ ഓർഡർ പ്ലേസ് ചെയ്യുക. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് USDT മേടിക്കാം. അതല്ല P2P ഓപ്ഷൻ വഴിയും നിങ്ങൾക്ക് ഇവിടെ P2P ഓപ്ഷൻ വഴിയും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. INR USDTയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഒരു കോയിന് 75 രൂപ 37 പൈസയാണ് അവർ പ്രൈസ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ 500 കോയിൻ വേണമെന്നുണ്ടെങ്കിൽ 37,685 റുപ്പീസ് ആവും. എന്നിട്ട് ബൈ ഓർഡർ പ്ലേസ് ചെയ്യുക. അതേപോലെ സെല്ലും സെയിം ഓപ്ഷനാണ്. ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കാണിക്കും. ഇവിടെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഓർഡേഴ്സ് ഇപ്പോൾ ഇവിടെ ഓർഡർ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. P2P USDT അല്ലാതെ മറ്റു പെയറുകൾ വസീറക്സോ BTC INR അല്ലാതെ മറ്റു പെയറുകൾ USDTയോ അതേപോലെ വസീറക്സ് കോയിനോ BTCയോ വഴിയൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 4 ഓപ്ഷനാണ് ഉള്ളത്. വഴി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ INR വെച്ച് നിങ്ങൾ BTC മേടിച്ചതിന് ശേഷം BTC വഴി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോയിനുകൾ മേടിക്കാനാണ്. ഒരുപാട് കോയിനുകൾ ഇവിടെ ഉണ്ട്. ഇതാണ് ഓപ്ഷൻ. ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ നോക്കാം. നമുക്ക് എങ്ങനെ ബൈനാൻസിലോട്ട് നമ്മുടെ വസീറക്സ് USDT ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് വസീറക്സും ബൈനാൻസും തമ്മിൽ USDT ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഗൂഗിളിൽ പോവുക. ഇവിടെ ബൈനാൻസ് ടു വസീറക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കണക്ട് യുവർ വസീറക്സ് ആൻഡ് ബൈനാൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ലോഗിൻ വഴി ബൈനാൻസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ബൈനാൻസിൻ്റെ അക്കൗണ്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഈ വെരിഫൈ ചെയ്യുക. ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിൻ്റെ പിൻ ഇടേണ്ടി വരും. ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ഉപയോഗിച്ചവർക്ക് അതിൻ്റെ പിൻ ഇടേണ്ടി വരും. കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ നിങ്ങൾക്ക് വസീറക്സിൽ നിന്ന് ബൈനാൻസിലോട്ട് USDT ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇനി ബൈനാൻസ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ബൈനാൻസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ മാർക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് കോയിനാണ് മേടിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് TRX ആണ് മേടിക്കുന്നുണ്ടെങ്കിൽ TRX ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ വരുന്നത് നിങ്ങൾക്ക് TRX ഡൗൺ TRX അപ്പ് എന്നുള്ളത് വിടുക. ഇത് ഫ്യൂച്ചറിൻ്റെ ട്രേഡിങ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ TRX USDT എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് USDT വെച്ച് TRX മേടിക്കാനും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നിങ്ങൾക്ക് മേടിക്കണം എന്നുള്ള കോയിൻ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നിങ്ങൾക്ക് ഏത് കോയിൻ വെച്ച് മേടിക്കണം എന്നുള്ളത്. ഇവിടെ TRX USDT TRX BUSD TRX TUSD TRX USDC ഈ കോയിനുകൾ വെച്ച് നിങ്ങൾക്ക് TRX മേടിക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റാർ ബട്ടൺ ഉണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഇവിടെ ഫേവറേറ്റിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഫേവറേറ്റിൽ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇവിടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എൻ്റെ ഇവിടെ മൊബൈലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ മതി. ഇവിടെയൊക്കെ ഞാൻ ഫേവറേറ്റ് ആയിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന കോയിൻസാണ്. അങ്ങനെ ഫേവറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാം. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ കോയിനുകൾ വെച്ച് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ BNB അതേപോലെ BTC ആൾട്ട് കോയിൻ അതായത് TRX XRP ഫിയറ്റ് കോയിൻസ് ഇതൊക്കെ വെച്ച് ഒരുപാട് പെയർസും ഒരുപാട് വസീറക്സ് പോലെയല്ല ഒരുപാട് കോയിനുകൾ ഇതിനകത്ത് ട്രേഡ് ചെയ്യാം. ബൈനാൻസിലുള്ള കോയിനുകൾ ഏത് കോയിൻ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ കോയിൻ്റെ പേര് ഇപ്പോൾ കാർഡാനോ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിലോ സെല് ചെയ്യണമെന്നുണ്ടെങ്കിലോ ADA ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ADA അപ്പ് ഡൗൺ എന്നുള്ള ഇത് വിടുക. എന്നിട്ട് ഇവിടെ ADA USDT വെച്ച് മേടിക്കാൻ ADA BUSD വെച്ച് മേടിക്കാം എന്നൊക്കെയുള്ള ഓപ്ഷൻ. ഇവിടെ പരമാവധി USDT വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് INRൻ്റെ വില കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. USDയുടെ അതേ വില തന്നെയാണ് USDTക്ക് നടക്കാറുള്ളത്. അധികം ഫ്ലക്ച്വേഷൻ ഉണ്ടാകാറില്ല. നിങ്ങൾക്ക് ഏത് കോയിനാണ് ബൈ ചെയ്യേണ്ടതെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ചാർട്ടാണ്. ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. ഇവിടെ 5 മിനിറ്റ്സ് ചാർട്ട് 1 മിനിറ്റ് ചാർട്ട് അതേപോലെ 30 മിനിറ്റ്സ് ചാർട്ട് 15 മിനിറ്റ് 1 അവർ പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ചാർട്ട് അനലൈസ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സും ഇവിടുന്ന് ഇടാവുന്നതാണ്. നിങ്ങൾക്ക് ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് താഴെ ബൈ ആൻഡ് സെൽ എന്നുള്ള പറഞ്ഞ ഓപ്ഷനുണ്ട്. ബൈയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ
ADA ഞാൻ മേടിക്കാൻ ശ്രമിക്കുകയാണ്. അതേപോലെ ഇവിടെ സെല്ല് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ADA മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ബൈ സെല്ല് എന്ന് പറഞ്ഞ 2 ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് മേടിക്കുകയോ സെല്ല് ചെയ്യുകയോ ചെയ്യാം. ഞാൻ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഞാനൊരു കാണിച്ചു തരാം. ഇവിടെ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബൈ ആൻഡ് സെല്ല് ഓപ്ഷൻസാണ്, ഇവിടെ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ ഇവിടെ ഫ്യൂച്ചേഴ്സാണ്, ഇത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങളുടെ വാലറ്റാണ്, നിങ്ങളുടെ എത്ര രൂപ നിങ്ങളുടെ ബാക്കിയുണ്ട്. അതേപോലെ നിങ്ങൾ ഈ സ്പോട്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഈ സ്പോട്ട് അക്കൗണ്ടിലാണ് നിങ്ങളുടെ ബാലൻസ് കാണിക്കുന്നത്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏതൊക്കെ കോയിനാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് എന്ന് കാണിക്കും. മുകളിൽ നിങ്ങളുടെ BTCയിലും കാണിക്കും. അതേപോലെ നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ ഉള്ളത് BTCയിലും കാണിക്കും. അതേപോലെ ഇവിടെ ഡോളറിലും കാണിക്കുന്നതാണ്. അതേപോലെ ഇവിടെ നിങ്ങൾ ഏതൊക്കെ കോയിൻ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. റൈറ്റ് സൈഡിൽ അത് എത്ര ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ CELR എന്ന് പറഞ്ഞ കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കാണിക്കും ഏതൊക്കെ കോയിൻസ് വെച്ച് നിങ്ങൾക്ക് ഇത് ബൈ ആൻഡ് സെല്ല് ചെയ്യാന്നുള്ളത്. ഞാനിപ്പോൾ CELR USDT എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് എൻ്റെ കയ്യിലുള്ള കോയിൻ സെല്ല് ചെയ്യണം. ഞാൻ സെല്ലെന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. അത് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. സെല്ലെന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ മാർക്കറ്റിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന റെഡിൽ വസീറക്സിൽ കാണിച്ച പോലെ റെഡിൽ കാണുന്നതാണ് ഇപ്പോൾ ഓരോരുത്തർ സെല്ല് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഒരാളിപ്പോൾ ഏറ്റവും താഴെയുള്ളതാണ് നോക്കുക. ഒരാൾ 0.0226 സെല്ല് ചെയ്യാൻ 41,000 കോയിൻ സെല്ല് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. മുകളിലോട്ട് പോകും തോറും വില കൂടിക്കൂടി വരും. അതേപോലെ താഴെ നോക്കുകയാണെങ്കിൽ ഇത് ഇവർ ബൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. 0.0224 ബൈ ചെയ്യാൻ ആൾക്കാരുണ്ട്. പക്ഷേ മുകളിൽ നോക്കിയാൽ 26 കൊടുക്കാൻ ഏറ്റവും അവസാനത്തെ 2 ഡിജിറ്റ് നോക്കുക. 24 ബൈ ചെയ്യാൻ ആളുണ്ട്. പക്ഷേ ഇവർ 26 കൊടുക്കാൻ തയ്യാറ്. അപ്പോൾ നിങ്ങളുടെ എവിടെ എത്ര വില ഇടുന്നോ, ഇപ്പോൾ നിങ്ങൾ 26 തന്നെയാണ് സെല്ല് ചെയ്യാൻ 25 നിങ്ങൾ അല്ലെങ്കിൽ 26 ഇപ്പോൾ ആയി 26 സെല്ല് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. സെല്ല് ചെയ്യാനുള്ള കാര്യമാണ് പറയുന്നത്. താഴെ ഗ്രീൻ ഈ 25 മേടിക്കാൻ അല്ലെങ്കിൽ 26 ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതിൽ മേടിക്കാനുള്ള അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര CELR ഉണ്ട്, നിങ്ങൾ അതിനകത്ത് 25% സെല്ല് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ 11,129 CELR. അതല്ല, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ടോട്ടൽ 44,517 CELR ഉണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ 50% മാത്രമേ സെല്ല് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ 22,000 ആയി. അതേപോലെ 75% ഞാൻ സെല്ല് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 33,000 കോയിൻ. ഇവിടെ 100% ആണെങ്കിൽ എൻ്റെ മൊത്തം കോയിൻ സെല്ലാവും. എനിക്കിവിടെ താഴെ കാണിക്കുന്നതാണ് $993 USD. അതായത് എനിക്ക് ഇത്രയും സെല്ല് ചെയ്ത് കഴിയുമ്പോൾ 100% കഴിയുമ്പോൾ $993 USD കിട്ടും. അതല്ല, ഞാൻ 50% സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് $496 USD എനിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഇവിടെ സെല്ല് ചെയ്യാൻ നോക്കുന്നത് വെച്ചാൽ അത് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ മേടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന 223 മേടിക്കാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ആ എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മുകളിൽ വരുന്നതാണ്. അപ്പോൾ ഞാനിത് 100% സെല്ല് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ എനിക്ക് $989 കിട്ടും. കുറച്ച് നഷ്ടമാണ് ഇപ്പോൾ സെല്ല് ചെയ്യുന്നത്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെല്ല് ചെയ്ത് കാണിക്കാം. CELR സക്സസ് എന്ന് പറഞ്ഞ് കാണിച്ചു. കാരണം ആ പ്രൈസിക്ക് ഓൾറെഡി മേടിക്കാൻ ആളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ CELR സെല്ലായിരിക്കുകയാണ്. ഇപ്പോൾ സെല്ലായിട്ടില്ല. ഞാൻ ഒരു 227 മുകളിൽ കാണുന്നില്ല, 227 ഈ പ്രൈസിനോ അല്ലെങ്കിൽ 228 ആണ് ഇട്ടെന്നുണ്ടായിരുന്നെങ്കിൽ സെല്ല് CELR വെച്ചാൽ താഴെ ഈ ഓപ്പൺ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ വന്ന് കിടക്കും. എപ്പോൾ ആളുകൾ ആ പ്രൈസിന് മേടിക്കാൻ തയ്യാറാണോ ആ സമയത്ത് എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആവുകയുള്ളൂ. ഇപ്പോൾ ഞാൻ വാലറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എൻ്റെ CELR പോയി, അതിനുശേഷം ഇവിടെ USDT വന്നിരിക്കുകയാണ്. ഇപ്പോൾ USDT ആണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് എൻ്റെ ബാലൻസ്. USDT ഇത്രയും പെയറുകൾ വെച്ച് നിങ്ങൾക്ക് സെല്ല് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു കോയിൻ ബൈ ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ BTT നമ്മളെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. BTT ഞാൻ USDT പെയർ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് നമുക്ക് ബൈ ചെയ്ത് കാണിക്കാം. BTT USDT അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ ചാർട്ട്. BTT ഹൈയിലാണ്, ചിലപ്പോൾ താഴ്ന്നു വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൂടാനും സാധ്യതയുണ്ട്. ഞാൻ ബൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഈ മുകളിൽ കാണിക്കുന്നത് അതാണ് സെല്ല് ചെയ്യാൻ താല്പര്യമുള്ളവർ. 16915 916 ഇങ്ങനെ പോകുന്നില്ലേ, ഇവരാണ് സെല്ല് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൈസിൽ ഡയറക്റ്റായിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് പ്രൈസിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ വരും.
നിങ്ങൾക്ക് അപ്പോൾ തന്നെ സെല്ലായിട്ട് കിട്ടുന്നതാണ്. ഞാൻ വിചാരിക്കും എനിക്ക് വേണ്ട, ഞാൻ 853 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സെല്ല് ചെയ്യും. താഴെ ഗ്രീനിൽ കാണുന്നത് 847 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബൈ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഞാനപ്പോൾ ഏറ്റവും ഒരു കുറഞ്ഞ വില ഇവിടുന്ന് 853 ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ഫ്ലക്ച്വേറ്റ് ആയിട്ട് ഇരിക്കുന്നു വെച്ചാൽ ബൈനാൻസ് ഇൻ്റർനാഷണൽ മാർക്കറ്റാണ്, ഒരുപാട് ആൾക്കാർ ട്രേഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ഒരു കുറഞ്ഞ വില ഇട്ടിട്ട് ഞാൻ എൻ്റെ 100% എമൗണ്ട് കൊടുത്ത്, അതായത് എനിക്ക് 5,85,511 ഇത്രയും കോയിൻ എനിക്ക് കിട്ടും. എനിക്ക് ടോട്ടൽ USD ചിലവാകുന്നത് 988, താഴെ കാണിക്കുന്നില്ല, 988 USD ആണ് ചിലവാകുന്നത്. അതല്ല, നിങ്ങൾ 50% മേടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 29,000 കോയിനായി $494 ആവും. 25% മേടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ $247 മേടിക്കേണ്ടി വരും. 1,46,000 കോയിൻസ് കിട്ടും. ഞാനിപ്പോൾ ഏറ്റവും കുറഞ്ഞൊരു വിലയ്ക്ക് വെച്ച് ബൈ ചെയ്ത് കാണിക്കാം. ബൈ BTT സക്സസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. പക്ഷേ എൻ്റെ ഓർഡർ ഫില്ലായില്ല. താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇട്ട എമൗണ്ട് 14.001692 ഇട്ടത്. അതിന് സെല്ലിന് കൊടുക്കാൻ ആരും തയ്യാറില്ല. കാരണം ഇപ്പോൾ നോക്കിയാൽ മുകളിൽ നിങ്ങൾ റെഡിൽ നോക്കിയാൽ മനസ്സിലാകും 16,979 ഇത്ര വലിയ റേറ്റിലാണ് പോകുന്നത്. അപ്പോൾ 927 ബൈ ചെയ്യാൻ ആരും തയ്യാറില്ല. അതുകൊണ്ട് എൻ്റെത് ഇങ്ങനെ ഇവിടെ കിടക്കും. എപ്പോൾ ഇത് ആളുകൾ ഈ പ്രൈസിന് സെല്ല് ചെയ്യാൻ തയ്യാറാണോ? ഇപ്പോൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ BTCയുടെ വില കൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ക്യാൻഡിൽ താഴോട്ട് വന്ന് സെല്ല് ചെയ്യാൻ ആളുകൾ കുറഞ്ഞ വിലയ്ക്ക് സെല്ല് ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ ഈ എമൗണ്ട് ടച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇത് ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഓർഡർ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആ USDT നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഞാനിവിടെ 1951 ക്ലിക്ക് ചെയ്തിട്ട് ഇത് വളരെ വലിയ രീതിയിൽ ഫ്ലക്ച്വേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ വേറൊരു കോയിനിൽ കാണിക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ നമുക്ക് ഹോട്ട് എന്ന് പറഞ്ഞ കോയിൻ എടുക്കാം. ഇത് നമുക്ക് ബൈ ചെയ്യാം. നമ്മളൊരു 50% $700 എന്ന എമൗണ്ടിന് മേടിക്കാൻ നോക്കുകയാണ്. 50% $494 ആവും. 701 പ്രൈസിലാണ്. 2 ലക്ഷം കോയിൻ കിട്ടും. നമുക്ക് ബൈ ചെയ്യാം. ബൈ ഹോട്ട്. ഇവിടെ വന്നു. ഇവിടെ നിങ്ങൾക്കൊരു സിമ്പിൾ കാണുന്നില്ല, ഒരു റൈറ്റ് ആരോ, ഒരു യെല്ലോ കളറിലെ 24. ഇത് എൻ്റെ എമൗണ്ടാണ്. ഇപ്പോൾ 247 താഴെ പോയി. ആദ്യത്തെ ഒരു 6-7 എമൗണ്ട് കാണിക്കും. ഇപ്പോൾ ഏറ്റവും താഴെ ഈ കാണുന്നത് ഇപ്പോൾ ഈ പൊസിഷനിലെത്തി. ഈ കാണുന്നത് എൻ്റെ എമൗണ്ടാണ്, ഞാനിട്ട എമൗണ്ടാണ്. ഇപ്പോൾ എൻ്റെ ഓർഡർ എക്സിക്യൂട്ടായി. അപ്പോൾ താഴെ ഓപ്പൺ ഓർഡർ എന്നുള്ളത് നിന്ന് പോയി. എന്ന് വെച്ചാൽ ആളുകൾ ആ പ്രൈസിന് വിൽക്കാൻ തയ്യാറായി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഹോട്ട് വന്നു 1,99,000. ഇങ്ങനെയാണ് ഇതിനകത്ത് ബൈ ആൻഡ് സെല്ല് ചെയ്യുന്നത്. അതേപോലെ ഇവിടെയും നിങ്ങൾക്ക് P2P ഓപ്ഷനുണ്ട്. ഇതിപ്പോൾ അത്ര നല്ല ഓപ്ഷൻ അല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യാതെ വസീറക്സിൽ USDT മേടിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുന്നതാണ് നല്ലത്. ഫ്രീ ആയിട്ട് ഫീസൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ നിന്ന് മേടിക്കാനിരിക്കാൻ ശ്രമിക്കുക. ഇത് ഒരുപാട് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ആൾക്കാർ പറയുന്നത് കേട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ ബൈനാൻസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഒരുപാട് നീണ്ടുപോയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുന്നു. ബൈ, ടേക്ക് കെയർ.